നമ്മൾ പലതരത്തിലുള്ള തടാകങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ മനുഷ്യാസ്ഥികൂടങ്ങൾ നിറഞ്ഞ ഒരു തടാകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതും നമ്മുടെ ഈ രാജ്യത്തുള്ള ഒന്നാണെന്നറിയുമ്പോഴോ? അതെ, ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ആ നിഗൂഢ തടാകത്തിന്റെ പേരാണ് രൂപ്കുണ്ട്. അറിയാം, രസകരവും ഭയപ്പെടുത്തവുമായ ആ നദിയുടെ കഥകൾ. ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ഒട്ടേറെ സഞ്ചാരികൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. അതിരമണീയമായ ലാൻഡ്സ്കേപ്പ്. ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ട്രക്കിംഗ് അനുഭവം. അങ്ങനെ ഉത്തരാഖണ്ഡിലേക്ക് യാത്ര തിരിക്കാൻ കാരണങ്ങൾ നിരവധിയാണ്. സഞ്ചാരികൾക്ക് മാത്രമല്ല, തീർത്ഥാടകർക്കും പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് ഇവിടം. 12 വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള നന്ദാദേവി ജാട്ട് ഉത്സവത്തിന് തീർത്ഥാടകർ പോകാറുള്ള വഴിയിലാണ് ഈ പറഞ്ഞ തടാകം. ഉത്തരാഖണ്ഡിലെ ഓരോ സ്ഥലങ്ങളും പ്രകൃതി ഭംഗി കൊണ്ടും അത്ഭുതപ്പെടുത്തുന്നതാണ്. സുന്ദര കാഴ്ചകൾക്കപ്പുറം നിഗൂഢതകൾ നിറഞ്ഞ ഒരു ഇടവും ഈ ഉത്തരാഖണ്ഡിലുണ്ട്. അങ്ങനെ ഒരു ഇടമാണ് രൂപ്കുണ്ട് തടാകം. ട്രക്കിങ്ങിന് ഏറെ അനുയോജ്യമായ ഈ തടാക പരിസരത്തേക്ക് ഒട്ടേറെ സഞ്ചാരികളാണ് എന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും പാറകൾ നിറഞ്ഞ ഹിമാനികളും മഞ്ഞും മൂടിയ പർവ്വതങ്ങളുമുണ്ട്. 2 മീറ്ററോളം താഴ്ചയുള്ള ഈ തടാകം മിക്കവാറും മഞ്ഞുറഞ്ഞു കിടക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 16,500 അടി ഉയരത്തിലാണ് രൂപ്കുണ്ട് തടാകം. 1942 കഠിനമായ വേനൽക്കാലത്ത് മഞ്ഞുരുകാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായി അസ്ഥികൂട അവശിഷ്ടങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തടാകത്തിന്റെ അരികുകളിൽ അനേകം മനുഷ്യാസ്ഥികൂടങ്ങൾ പൊങ്ങിക്കിടക്കുന്നതായി ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഗാർഡാണ് ആദ്യം ഇത് കണ്ടെത്തിയത്. ഇനി ഇതിനെപ്പറ്റിയുള്ള മറ്റ് കഥകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1960കളിൽ മൃതദേഹങ്ങളിൽ നടത്തിയ റേഡിയോ കാർബൺ പരിശോധനകൾ ഈ സിദ്ധാന്തം തെറ്റാണെന്ന് കണ്ടെത്തി. അസ്ഥികൂടങ്ങൾ 12 അല്ലെങ്കിൽ 15 നൂറ്റാണ്ടുകൾക്കിടയിൽ പഴക്കമുള്ളതാണെന്ന് പരിശോധനകൾ സൂചിപ്പിച്ചു. ഗർവാൾ ഹിമാലയത്തിൽ മുഹമ്മദ് തുഗ്ലക് നടത്തിയ ഒരു വിജയിക്കാത്ത ആക്രമണവുമായി ഈ മൃതദേഹങ്ങളെ ബന്ധിപ്പിക്കാൻ ഇത് നിരവധി ചരിത്രകാരന്മാരെ പ്രേരിപ്പിച്ചു. അജ്ഞാതമായ ഒരു പകർച്ചവ്യാധിയുടെ ഇരകളുടേതാണ് ഈ അവശിഷ്ടങ്ങളെന്ന് മറ്റു ചിലർ വിശ്വസിച്ചു. ചില നരവംശാസ്ത്രജ്ഞരും ആചാരപരമായ ആത്മഹത്യയുടെ ഒരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചരിത്രപരമായി ഈ പ്രദേശത്ത് ടിബറ്റിലേക്കുള്ള വ്യാപാര പാതകൾ ഉണ്ടായിരുന്നതായി തെളിവുകളില്ല. എന്നാൽ 12 വർഷത്തിലൊരിക്കൽ ഉത്സവങ്ങൾ നടക്കുന്ന നന്ദാദേവി ആരാധനയുടെ ഒരു പ്രധാന തീർത്ഥാടന പാതയിലാണ് രൂപ്കുണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ പർവ്വതമായ നന്ദാദേവിയെ ഒരു ദേവതയായി ഇവർ ആരാധിക്കുന്നു. രൂപ്കുണ്ട് തടാക പുരാണവുമായി ബന്ധപ്പെട്ട ഒരു രാജകഥയുണ്ട്. കനൌജിലെ രാജാവായ രാജ ജസ്തവൽ തന്റെ ഗർഭിണിയായ ഭാര്യ രാജ്ഞി ബലാബയ്ക്കൊപ്പം ഹോംകുണ്ടിലേക്ക് ഒരു യാത്ര നടത്തി. കനൌജിലെ പുരോഹിതൻ പറയുന്നതനുസരിച്ച് ദമ്പതികൾ ഉടൻ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനായി നന്ദാദേവിയുടെ അനുഗ്രഹം തേടണം. രാജയുടെ ഈ രാജകുടുംബം, സേവകർ, നൃത്ത സംഘം അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഭൂരിപക്ഷം ആളുകളോടൊപ്പം തീർത്ഥാടനം ആരംഭിച്ചു. തീർത്ഥാടനത്തിനുടനീളം രാജയുടെ വിനോദം നന്ദാദേവിയിൽ മതിപ്പുളവാക്കുന്നില്ല. മാത്രമല്ല, നർത്തകിയെ ദേവി ശിക്ഷിക്കുകയും ചെയ്തു. രൂപ്കുണ്ടിലേക്കുള്ള വഴിയിൽ പടർ നൗജനി എന്ന പേരിൽ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്. ഇവിടെയാണ് ദേവി നർത്തകിയെ ശപിച്ചതായി പറയുന്നത്. രാജയും റാണിയും തങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് ദേവിയോട് അപേക്ഷിച്ചു. രാജകീയ ദമ്പതികളുടെ ക്ഷമാപണം കേട്ട് ദേവി സമാധാനിക്കുകയും 12 വർഷത്തിലൊരിക്കൽ യാത്ര നടത്താൻ അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രാജാവ് തീർത്ഥാടന നിയമങ്ങൾ അവഗണിച്ചു. ഇതിൽ രോഷാകുലയായ നന്ദാദേവി ആകാശത്ത് നിന്ന് എറിഞ്ഞ ഇരുമ്പ് പന്തുകൾ കൊണ്ട് സംഘത്തെ അടിച്ചു വീഴ്ത്തി എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇരുമ്പ് പന്തുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വലിയ ആലിപ്പഴമാകാം എന്നാണ് വിശ്വാസം. നിഗൂഢതകൾ അവസാനിക്കുന്നില്ല. മറ്റു ചില കാരണങ്ങൾ കൂടി ഇതിന് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. 5 വർഷത്തിലേറെയായി ഈ പ്രദേശത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ബീർബൽ സഹനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോസയൻസിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ നടത്തിയ ഒരു പഠനം ഈ തടാകത്തിന്റെ രഹസ്യം കൂടുതൽ ആഴത്തിലാക്കി. മുൻപ് അനുമാനിച്ചതിനേക്കാൾ വളരെ സങ്കീർണമായ ചരിത്രമാണ് ഈ പ്രദേശത്തിനുള്ളത് എന്നാണ് അവർ പറയുന്നത്. വർഷങ്ങളായി വിപുലമായ DNA വിശകലനം നടത്തിയ ശേഷം തടാകത്തിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യ അസ്ഥികൂടങ്ങൾ
2 വ്യത്യസ്ത ജനിതക ഗ്രൂപ്പുകളുടേതാണെന്ന് ഹൈദരാബാദിലെ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തുകയുണ്ടായി. ചില ഗവേഷകർ ഈ അസ്ഥികൂടങ്ങൾ കിഴക്കൻ മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ ഗ്രീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് അനുമാനിക്കുന്നു. അവർ 27-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്തെ കൂടി പോയിട്ടുണ്ടാവാം. അസ്ഥികൂടങ്ങളിലെ 14 പേർ മറ്റൊരു ഗ്രൂപ്പിലാണെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ തലയ്ക്ക് പിന്നിലേറ്റ മാരകമായ പ്രഹരമാണ് മരണകാരണമെന്ന് ഗവേഷകർ നിഗമനം ചെയ്യുന്നു. ഏറ്റവും മികച്ച അനുമാനം പ്രദേശത്തെ പ്രാദേശിക ചുമട്ടു തൊഴിലാളികളുടെ സഹായത്തോടെ ഒരു കൂട്ടം തീർത്ഥാടകർ 500 മുതൽ 600 വരെ പേരടങ്ങുന്ന സ്ത്രീ പുരുഷ സംഘം തീർത്ഥാടകർ ഭീമൻ ആലിപ്പഴം വന്ന് തലയിൽ വീണ് മരിച്ചിരിക്കാം എന്നാണ്. മഞ്ഞു മൂടിയ ജലം അവരുടെ ശരീരത്തെ 100 കണക്കിന് വർഷങ്ങളായി സംരക്ഷിച്ചു പോന്നു. അവരിൽ ചിലർക്ക് മുടിയും നഖങ്ങളും കൂടാതെ വസ്ത്രങ്ങളുടെ കഷ്ണങ്ങളും പോലും ഉണ്ടായിരുന്നു. ചിലരിൽ ഇപ്പോഴും മാംസഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. എന്നാൽ മരണകാരണം ഇന്നും അജ്ഞാതമായി തുടരുകയാണ്. എല്ലാ വർഷവും ട്രെക്കിങ്ങിന് വരുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് അതിഗംഭീരമായ പ്രകൃതി സൗന്ദര്യത്തിന് പുറമെ നിഗൂഢമായ അസ്ഥികൾക്ക് പിന്നിലെ ഈ കഥകളിലാണ്. തടാകം ഇന്നും ഭീകരമായ ഒരു നരഹത്യയുടെ ഭീകര അവശേഷിപ്പുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഭീകരത വിടർത്തി കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നു.